ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം. ഇതൊരു ഓണം റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. ഓണം റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് ഒരു ചെറിയ ഫോട്ടോഷൂട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആധികാരികമായിട്ട് അല്ലെങ്കിൽ എന്താ ഭയങ്കര ആർഭാടമായിട്ടുള്ള ഒരു ഓണം റിലേറ്റഡ് തീമൊക്കെ വെച്ചിട്ടുള്ള ഒരു ഫോട്ടോഷൂട്ടല്ല. ഞങ്ങൾക്ക് ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സിമ്പിൾ ഫോട്ടോഷൂട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ജസ്റ്റ് സാരി കൊടുത്ത് വലിയൊരു ഓണം കൈൻഡ് ഓഫ് ഫോട്ടോഷൂട്ട് ആയിരിക്കില്ല ഇതെന്തായാലും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിരിക്കും, അതിൻ്റെ ബിഹൈൻഡ് ദ സീൻസും കാര്യങ്ങളും, അല്ലെങ്കിൽ ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതൊക്കെ ആയിരിക്കും ഈ വീഡിയോയിൽ ഉണ്ടാവാം. മാത്രമല്ല എന്തായാലും ഒരു ഓണം ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് റെഡി ആവാണ്. സോ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഫോർ എ ഓണം ഫോട്ടോഷൂട്ട് ഇൻക്ലൂഡ് ആക്കാം, അതും കൂടി ഇതിലുണ്ടാവും. അപ്പോൾ ഷൂട്ട് വരുന്നത് ഹിൽ പാലസിലാണ്. അപ്പോൾ ആഫ്റ്റർനൂൺ ഒരു ഈവനിങ് ടൈമിലാണ് ഞങ്ങൾ ഷൂട്ട് പ്ലാൻ ചെയ്യുന്നത് തന്നെ. അപ്പോൾ ഇവിടുന്ന് റെഡി ആയി പോകണം. അപ്പോൾ അതൊക്കെ ആയിരിക്കും ഈ വീഡിയോയിൽ ഉണ്ടാവുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഗെറ്റ് റെഡി വിത്ത് മീ ഫോർ എ ഓണം ഷൂട്ട് കാണാം. അപ്പോൾ ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം. സെറ്റ് മുണ്ടാണ്. ഒരു ഡിസ്ക്ലെയിമർ പറയാണ്, സെറ്റ് മുണ്ടോ സാരിയോ അല്ലെങ്കിൽ സാരി ഉടുക്കാൻ അറിയാത്ത ആൾക്കാർ ഉടുത്താൽ ഇങ്ങനെ ഇരിക്കും. ആക്ച്വലി ഇതൊരു സെറ്റ് മുണ്ടാണ്. ബിക്കോസ് സെറ്റ് സാരി ആണെങ്കിൽ എനിക്കതെങ്ങനെ ഉടുക്കാൻ അറിയെങ്കിലും കൂടി മര്യാദയ്ക്ക് ഉടുക്കാൻ അറിയില്ല. അപ്പോൾ സെറ്റ് മുണ്ട് കുറച്ചും കൂടി ഈസി ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സെറ്റ് മുണ്ട് ഓപ്റ്റ് ചെയ്തത്. ഞാനിവിടെ തന്നെ ആയതുകൊണ്ട് ഞാൻ എന്താ പറയുക, സെറ്റ് സാരി എന്നെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ സെറ്റ് മുണ്ടാക്കിയത്. ഫുള്ളായിട്ടുള്ളത് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ കാണിച്ചു തരാൻ മാത്രമൊന്നുമില്ല, ഭയങ്കര അലമ്പാണ്. ഒന്നും ശരിയായിട്ടില്ല. പക്ഷേ എന്താ അപ്പോൾ അത്രേ ഉള്ളൂ. പിന്നെ ഇതെൻ്റെ ഒരു കഴിഞ്ഞ കൊല്ലം ഓണത്തിന് ഞാൻ ഫംഗ്ഷൻ ഇട്ട ബ്ലൗസാണ്. ഇതെൻ്റെ ഒരു റിലേറ്റീവിൻ്റെ സെറ്റ് മുണ്ടാണ്. അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി ഫേസിലോട്ട് കിടക്കാം. ഫേസിലോട്ട് ആദ്യം തന്നെ മോയ്സ്ചറൈസർ ആൻഡ് സൺസ്ക്രീൻ, ഇത് രണ്ടും ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ബിക്കോസ് ഇത് രണ്ടും എന്തായാലും എല്ലാവരും മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. അത് ഏത് ബ്രാൻഡിൻ്റെ ആയാലും കുഴപ്പമില്ല, നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് സ്യൂട്ടാവുന്ന ഒരു മോയ്സ്ചറൈസറും സൺസ്ക്രീനും എവിടെ പോയാലും ഇടണം. ഇത് പണ്ടൊന്നും ഞാൻ ഒട്ടും യൂസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇത് യൂസ് ചെയ്ത് എന്താ പറയുക, ഇതില്ലാണ്ട് പുറത്തിറങ്ങില്ല, അതുപോലത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഇത് തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ ഇരുന്നിട്ട് ചെയ്യാമെന്ന്. കാരണം നിന്നിട്ട് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം, ഈ ഫോണിൽ നോക്കിയിട്ടും എനിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാനിവിടെ ചെറിയ മിററൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഫാനിൻ്റെ വോയിസ് ചിലപ്പോൾ ഉണ്ടാവും, അത് എക്സ്ക്യൂസ് ചെയ്യുക. കാരണം ഫാൻ ഇല്ലാണ്ട് ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ ആദ്യം തന്നെ മോയ്സ്ചറൈസർ, ഞാൻ ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ആക്ച്വലി നമ്മളെപ്പോഴും മോയ്സ്ചറൈസർ ആയാലും എന്ത് ക്രീമായാലും യൂസ് ചെയ്യുമ്പോൾ അത് നേരിട്ടെടുത്ത് കയ്യിൽ ഇങ്ങനെ റബ്ബ് ചെയ്ത് തേക്കുന്നതിനേക്കാളും ബെറ്റർ ഇങ്ങനെ കാണിച്ച് അപ്ലൈ ചെയ്യുന്നതാണ്. കാരണം നമ്മൾ കയ്യിലെടുത്ത് ഇങ്ങനെ കാണിക്കുമ്പോൾ നല്ലൊരു എമൗണ്ട് ഓഫ് ക്രീം ഇങ്ങനെ പോവും. അപ്പോൾ അതിനേക്കാളും ഭേദം ഫുള്ളും ഇങ്ങനെ സ്കിന്നിലോട്ട് ഇങ്ങനെ വച്ച് കൊടുത്തിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ആക്ച്വലി ഇതൊക്കെ ഞാൻ കുറച്ച് മുമ്പേ ചെയ്ത് വെച്ചതാണ്. കുളി കഴിഞ്ഞിട്ട് തന്നെ എല്ലാം ചെയ്തതായിരുന്നു. പക്ഷെ ഇതൊന്നും കൂടി ചെയ്യാം വീഡിയോയ്ക്ക് വേണ്ടി. സൺസ്ക്രീൻ കൂടുതൽ ഇടണമെന്നാണ് പറയുന്നത്. പക്ഷേ പെട്ടെന്ന് തീർന്നു പോയാലെന്ന് വെച്ച് ഞാനും കുറച്ചിടാറുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്നത് ലാക്മിയുടെ 925 ഈ ഒരു സൺസ്ക്രീനാണ് കേട്ടോ. എനിക്കിത് ഇഷ്ടപ്പെട്ടൊരു സൺസ്ക്രീനാണ്. SPF 50 PA+ ഉണ്ട്. ആൻഡ് പോൺസിൻ്റെ ഈ ഒരു സൂപ്പർ ലൈറ്റ് ജെൽ എന്ന് പറഞ്ഞാൽ മോയ്സ്ചറൈസറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇത് രണ്ടും കഴിഞ്ഞ് പിന്നെ ചെയ്യുന്നത് ഐബ്രോസാണ്. ഞാനിപ്പോൾ കുറച്ച് നാളെ ഐബ്രോസ് എടുത്തിട്ട് ആക്ച്വലി, എന്നാലും ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യാം. എനിക്ക് ഇവിടെയൊക്കെ കുറച്ച് ഗ്യാപ്പും ഒക്കെ ഉണ്ട്, അപ്പോൾ അതൊന്ന് ഫില്ല് ചെയ്യാം. ഈ നമ്മുടെ സ്റ്റാർട്ടിങ് ഉണ്ടല്ലോ, ഈ സ്റ്റാർട്ടിങ്ങിൽ എപ്പോഴും നമ്മൾ എന്താ പറയുക, വരച്ചു കൊടുക്കാണ്ടിരിക്കാൻ ട്രൈ ചെയ്യാം. അങ്ങനെ ചെയ്താൽ എപ്പോഴും ഒരു ആർട്ടിഫിഷ്യൽ ലുക്ക് വരും. അല്ലെങ്കിൽ അത്ര നന്നായിട്ട് എന്താ പറയുക ചെയ്യാൻ അറിയുന്ന ഒരാളായിരിക്കണം. ഞാൻ എപ്പോഴും എനിക്ക് ഗ്യാപ്പ് ഉള്ള ഒരു സ്ഥലത്തേക്ക്, ഇതിവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, അപ്പോൾ അവിടെ മാത്രമേ ഞാൻ എപ്പോഴും അപ്ലൈ ചെയ്യാറുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ സാധാരണ അത് യൂസ് ചെയ്യാറില്ല. പക്ഷെ ഇന്ന് വെറുതെ ഞാൻ കുറേ നാളായി ഈ ഫെയർ ആൻഡ് ലവ്ലിയുടെ BB ക്രീം മേടിച്ച് വെച്ചിട്ട്, അതൊന്നും ജസ്റ്റ് ഇതൊന്നും ഡെയിലി റൂട്ടീനുള്ളതല്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് പിന്നത്തേക്ക് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ എവിടെയെങ്കിലൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ അധികം പ്രോപ്പറായിട്ട് മേക്കപ്പ് ചെയ്യാനറിയുന്ന ഒരാളോ ഒന്നുമല്ല. ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യാറ്.
ഞാൻ ഇങ്ങോട്ട് നോക്കുന്നത് എനിക്കിവിടെ മിറർ ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ്. പിന്നെ എപ്പോഴും നമ്മൾ ഈ കഴുത്തിലിടാണം എന്ന് പറയാറുണ്ട്, പക്ഷെ ഞാനെപ്പോഴും മറക്കും. ഇതാണ് നെക്സ്റ്റ് ലിപ് ബാം. വാസ്ലിൻ്റെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് തന്നെ മാറ്റാറുണ്ട്, പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് വാസ്ലിൻ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യണത്. ലിപ് ബാമും ഈ പറഞ്ഞ പോലെ ഞാൻ കുറേ നേരത്തെ മുമ്പേ ഇട്ട് വെച്ചതാണ്. ഞാൻ കുളി കഴിഞ്ഞപ്പോൾ തന്നെ ലിപ് ബാമും മോയ്സ്ചറൈസറും ഇടാറുണ്ട്. സൺസ്ക്രീൻ പുറത്ത് പോകുമ്പോൾ മാത്രം ഇടാറുണ്ട്. ആക്ച്വലി വീട്ടിലിരിക്കുമ്പോഴും സൺസ്ക്രീൻ ഇടണം എന്നാണ് പറയാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഒരു സെറ്റിംഗ് പൗഡറോ അല്ലെങ്കിൽ എന്താ പറയുക എന്തെങ്കിലും ഒരു കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യാം. പക്ഷേ അതൊന്നല്ല, എനിക്ക് എപ്പോഴും ഏതെങ്കിലും ഒരു ടാൽക്കം പൗഡർ തന്നെ വേണം. സോ ഞാൻ ടാൽക്കം പൗഡർ തന്നെയാണ്, ഞാൻ ഇവിടെ ഡാസ്ലറിൻ്റെ ഒരു ടാൽക്കം പൗഡറാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് എപ്പോഴും ഞാൻ എന്തൊക്കെ ചെയ്താലും ഞാൻ അവസാനം ഈ പൗഡർ ഇട്ടില്ലെങ്കിൽ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. ടാസ്ക് വരാൻ പോകുന്നത് ഹെയറിലാണ്. ബിക്കോസ് എനിക്ക് ഹെയർ എങ്ങനെ കിട്ടുക എന്നൊന്നും യാതൊരു പ്ലാനില്ല. അടുത്തത് ഇതൊരു ഐ ഷാഡോ പാലറ്റാണ്. ഇത്രയും നല്ലൊരു പാലറ്റാണ് കേട്ടോ. ആക്ച്വലി കുറേ ഡിസ്റ്റർബിങ് വോയിസ് ഉണ്ടാവും. അപ്പുറത്തൊക്കെ പണി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, വീട് പണിയൊക്കെ. അപ്പോൾ അതിൻ്റെ വോയിസാണ്. ഇൻകേസ് ഉണ്ടെങ്കിൽ എല്ലാവരും എക്സ്ക്യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊരു അടിപൊളി ന്യൂഡ് ഐ ഷാഡോ പാലറ്റാണ്. ഞാൻ എപ്പോഴും ഈ കുറച്ച് കളേഴ്സാണ് എപ്പോഴും യൂസ് ചെയ്യുക. ഇതൊന്നും തൊട്ടിട്ടില്ല. ഇതൊക്കെ നല്ല എന്താ പറയുക അടിപൊളി ഷെയ്ഡ്സാണ് കേട്ടോ. ഞാൻ എപ്പോഴും എടുക്കുന്നൊരു ഷെയ്ഡുണ്ട്, അതന്നെ എടുക്കാനേ ചാൻസ് ഉള്ളൂ. കാരണം എനിക്കത് നന്നായി ഷെയ്ഡ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. കുറഞ്ഞ് ഇരിക്കാനൊന്നും പാടില്ല. സോ ഞാനെപ്പോഴും ഐലൈനർ എഴുതുന്നതിന് മുമ്പേ ഇതൊരു ട്രാൻസ്പെറൻറ്റ് മസ്കാരയാണ് എൻ്റെ ഇതുള്ളൂ. അപ്പോൾ ഇതെപ്പോഴും ഞാൻ ഫസ്റ്റ് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കും. എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. ശരിക്കും ഐലൈനർ എഴുതി കഴിഞ്ഞിട്ടാണ് എല്ലാവരും ചെയ്യാം. ആക്ച്വലി ഞാൻ ഈ വ്ളോഗ് ഇതൊക്കെ ഇടുമെന്ന് പോലും എനിക്കറിയാൻ പാടില്ല. ഞാനിങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ വ്ളോഗ് ചെയ്യും, അതിൽ ചിലത് മാത്രമേ ഇടാറുള്ളൂ. ഐ മീൻ യൂട്യൂബിൽ ഇടാറുള്ളൂ. അപ്പോൾ ഇതാണ് മസ്കാര ഇട്ട്. അടുത്തത് ഐലൈനറാണ് എനിക്ക് ഏറ്റവും ടാസ്ക്. ഒരു സ്ഥലത്ത് എഴുതും ഓക്കെയാവും, രണ്ടാമത്തെ സ്ഥലത്ത് എഴുതുമ്പോൾ ഒരു ഇച്ചിരി കുറവോ കൂടുതലോ, അപ്പോൾ അത് ഒന്ന് മാച്ചാക്കാൻ വേണ്ടിയിട്ട് ഇപ്പുറത്ത് കൂട്ടും അപ്പുറത്ത് കൂട്ടും, അവസാനം എല്ലാം കൂടി കൊള്ളും. ഒരുവിധം എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. സോ നമുക്ക് ഫസ്റ്റായിട്ട് ഐലൈനർ ആംഗിളൊക്കെ എനിക്ക് നിർബന്ധം ഇവിടെ ചെയ്യുന്നുണ്ട്. ഇതെവിടെ വെച്ചിട്ടും എനിക്ക് ഓക്കെ ആവുന്നില്ല. ഇവിടെ തന്നെ സോ നമ്മൾ ഐലൈനർ എഴുതി കഴിഞ്ഞിട്ടാണ് കൊളായോ? ഇല്ല, വലിയ കുഴപ്പമില്ല. ഈ
കമ്മലും ഓർണമെൻറ്റ്സ് ഒക്കെ വരുമ്പോൾ ഒരു മെനയാവും എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ തോന്നും എന്താ കാണിക്കുന്നതെന്ന്. എന്തെങ്കിലും കാണിക്കുന്നുണ്ട്. അടുത്തതാണ് മെയിൻ ആൻഡ് ഇമ്പോർട്ടൻ്റ് ഐറ്റം, ലിപ്സ്റ്റിക്ക്. അപ്പോൾ ഞാൻ പല ലിപ്സ്റ്റിക്കും മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ടാണ്. ഇപ്പോൾ ഞാൻ റീസെൻ്റായിട്ട് കൂടുതൽ യൂസ് ചെയ്യുന്നത് സ്റ്റുഡിയോയുടെ എന്താ പറയുക, ടോസ്റ്റഡ് ആൽമൻഡ് എന്ന് പറഞ്ഞ ഈ ഒരു ഷെയ്ഡാണ്. അടിപൊളി ഷെയ്ഡാണ് കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ വേറൊരു ഫേവററ്റാണ് നൈക്കയുടെ മൈത്തിരി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഷെയ്ഡ്. ഇത് രണ്ടാണ് എൻ്റെ ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള ഷെയ്ഡ്. അതുപോലെ തന്നെ പിന്നെ ഈ ഒരു പെൻസിലാണ് ഇതും. അതിൻ്റെ ഷെൽഫിലാക്കി അത് അങ്ങനെ 2-3 ഷെയ്ഡ്സ് ഒക്കെ ഉണ്ട്. അത് കൂടി മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ടാണ് ഞാൻ ഇടാറ്. അതുപോലെ തന്നെ എന്തായാലും ഒരു മെബലൈൻ്റെ സീസണൽ ഷെയ്ഡ് എനിക്ക് അറിയാൻ പാടില്ല, ഞാൻ പിന്നെ പറയാം. അങ്ങനെ കുറച്ച് ഷെയ്ഡൊക്കെ ഞാൻ ഒരുമിച്ച് ഇടാറുണ്ട്. ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇതാണ് കേട്ടോ. ഇതും അല്ലെങ്കിൽ ആക്ച്വലി ഇതിപ്പോൾ കഴിഞ്ഞു. പിന്നെ എല്ലാവരും ചെയ്യുന്നത്, ഞാൻ തലതിരിച്ചാണ് ചെയ്യാറ് സാധാരണ, ലിപ് എന്താ പറയുക പെൻസിൽ, അത് നമ്മൾ വരച്ചതിന് ശേഷമാണ് ലിപ് ലൈനർ വരച്ചതിന് ശേഷമാണ് ലിപ്സ്റ്റിക് ഇടുക. പക്ഷെ ഞാൻ നേരെ തിരിച്ചാണ്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് അറിയാൻ പാടില്ല. സോ അപ്പോൾ ഒരുവിധം കഴിഞ്ഞു. ഞാൻ ഈ ഒരു ബ്ലാക്ക് പൊട്ടാണ് ഞാൻ ജീൻസിൻ്റെയും ടോപ്പിൻ്റെയും വരെ ഒപ്പം പൊട്ട് കുത്തുന്ന ഒരാളാണ്. അത് അത്ര യൂസ്ഡ് ആയിപ്പോയി. ഇതാണൊരു ഓക്കെ ലുക്ക്. പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ബ്ലഷും കാര്യങ്ങളും ഇടാം. പക്ഷെ അതെല്ലാം അതെല്ലാം എടുത്തിട്ട് വരട്ടെ. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ചും കൂടി സാധനങ്ങൾ റൂമിൽ നിന്ന് എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇടാൻ പോകുന്നത് ബ്ലഷാണ് കേട്ടോ. ഇത് നല്ലൊരു ക്യൂട്ട് ബ്ലഷാണ്. കുറച്ച് മാത്രം, അല്ലെങ്കിൽ ഒരുമാതിരി കോളരി. ഇനിയാണ് നമ്മുടെ മെയിൻ സംഭവങ്ങൾ, ഓർണമെൻറ്റ്സ്. അത് ഞാൻ 2-3 സെറ്റ് സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. കോൾ വന്ന് അതിൻ്റെ ഇടയിൽ ഡിസ്റ്റർബഡ് ആയിപ്പോയി. അപ്പോൾ മെയിൻ സംഭവങ്ങൾ ഇനി ഓർണമെൻറ്റ്സ് ആണ്. അപ്പോൾ ഞാൻ ഈ ഒരു റിങ് ഇട്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ ഒരു 3 സെറ്റ് മാലയുണ്ട്. 3 സെറ്റല്ല, 2 സെറ്റ് മാല. അപ്പോൾ ഏതാണ് അതിൽ സ്യൂട്ടാവുക അതാണ്. പിന്നെ എനിക്ക് ഈ സംഭവം എന്താ പറയുക, നെറ്റിസിറ്റി, അത് ഭയങ്കര ഇഷ്ടമാണ്. അത് എന്താ അതുണ്ട്. അപ്പം എൻ്റെ കയ്യിലിപ്പോൾ ഉള്ളത് ഒന്ന് ഈ ഒരു മാലയാണ്. പക്ഷേ ഇത് വേണോ അല്ലെങ്കിൽ ഇയറിങ്സ് വരുന്നത് ഇതാണ്. നമുക്ക് ആദ്യം ഇതിട്ടിട്ട് നോക്കാം. പിന്നെ എൻ്റെ കയ്യിലുള്ളത് അതെനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ ഒരു കുന്തൻ വർക്ക് വരുന്ന നല്ലൊരു സ്റ്റോൺ ഉള്ള നെക്ലസ്സാണ്. ഇത് നോക്കാം. അപ്പോൾ അതിന് മുടി കെട്ടേണ്ടി വരും. പിന്നെ രണ്ടാമത്തെ ഡൗട്ടുള്ളത് പൊട്ടാണ്. പൊട്ട് ഏത് പറ്റും എന്ന് ഉള്ളൊരു ഡൗട്ടാണ്. വട്ടം ഇത് മതിയോ അതോ? 1 സെക്കൻഡ് നോക്കാം നമുക്ക്. ശരിയാവുന്നില്ല ഗൈസ്. ഓക്കെ, ഞാൻ ഇങ്ങനത്തെ ഒന്നും അധികം തൊടാറില്ല. ഇത് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. പക്ഷേ ഞാൻ എൻ്റെ ഈ ബ്ലാക്കും കയ്യിലെടുത്ത് വെക്കും. ഇൻ കേസ് എനിക്ക് പെട്ടെന്ന് എൻ്റെ ചിന്തകളൊക്കെ മാറും. ചിന്തകളെന്ന് പറഞ്ഞാൽ എൻ്റെ ഇതൊക്കെ മാറും. അതുകൊണ്ട് ചിലപ്പോൾ ഞാൻ പെട്ടെന്നായിരിക്കും ഞാൻ എൻ്റെ എല്ലാം മാറ്റാൻ. അപ്പോൾ ഇത് വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം നമുക്ക് ഇയറിങ്സ്. ഇപ്പം തൽക്കാലം ഇതിടാം, പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഞാൻ അവിടെ എത്തി കഴിയുമ്പോൾ നമ്മൾ ലുക്കൊക്കെ ഒന്ന് ജസ്റ്റ് മാറ്റി നോക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇതൊക്കെ ഒഴി മാറ്റാനും വഴിയുണ്ട്. ഈ റിങ് മാറ്റാനും മനസ്സിലാക്കും. എല്ലാം കൊള്ളാം. സാരി സെറ്റ് മുണ്ട് കൊടുത്തേക്കുന്നത് മാത്രം പാളിപ്പോയി. രണ്ടാമത്തെ കാര്യം എന്താ, മുടി. എനിക്ക് ഒട്ടും അറിയാത്തൊരു കാര്യമാണ് മുടി കെട്ടാനായിട്ട്. വലിയ സ്റ്റൈൽസും കാര്യങ്ങളൊന്നും എനിക്കങ്ങനെ ട്രൈ ചെയ്യാൻ അറിയില്ല. അവസാനം ഞാനിങ്ങനെ ഇരട നടന്നിട്ട് പോവാണ് പതിവ്. കയ്യിൽ എൻ്റെ കയ്യിൽ ഇത് കണ്ട്, അതല്ലാണ്ട് ഞാൻ ഹൈദരാബാദ് പോയപ്പോൾ മേടിച്ച കുറച്ച് ബാംഗിൾസാണ്. അവിടുന്ന് ഷാർമിനാർന്ന് വാങ്ങിച്ച നല്ല അടിപൊളി കുറച്ച് ബാംഗിൾസാണ്. അപ്പോൾ ഇതിടുന്നുണ്ട്.
ഇപ്പത്തെ കയ്യിൽ ഈ ഒരു ഗ്രീൻ ബാഗും ഇടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഓർണമെൻറ്റ്സ്. മാല നമുക്ക് നോക്കാം. അതിനേക്കാൾ മുമ്പ് ഹെയർ എന്തെങ്കിലും ചെയ്യണം. എന്നിട്ട് നമുക്ക് മാലയുടെ ഒരു ഇതുള്ളൂ. എനിക്ക് തോന്നുന്നു ഞാൻ മിക്കവാറും ഈ ബ്ലാക്ക് അല്ല ഈ പൊട്ട് മാറ്റും. എനിക്കങ്ങനെ എന്തോ പിടിക്കുന്നില്ല. ഞാൻ എപ്പോഴും ഒരു ബ്ലാക്കിലാണ് നിൽക്കാറ്. ഇനി ഇതെന്തെങ്കിലും ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് ഒരു നമ്മളിപ്പോൾ ഒരു 80% കഴിഞ്ഞു. 80% അല്ല, 90% കഴിഞ്ഞു. മുടി വെക്കുവാറ് ഞാൻ എന്തെങ്കിലുമൊക്കെ കാണിച്ച് വെറുതെ തട്ടിക്കൂട്ടി വെക്കാറാണ് പതിവ് എപ്പോഴും. ഉണ്ട് നമ്മുടെ ഷൂസ്, നമ്മുടെ പുതിയ ഷൂസാണ്. ഞാനിത് എറണാകുളം നമ്മുടെ കല്ലൂർ സ്റ്റേഡിയത്തിൽ ഒരു ഫെസ്റ്റിവൽ വന്നിട്ടുണ്ടായിരുന്നു, കോട്ടൺ ഫാബ് ഫെസ്റ്റിവൽ. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. നല്ലൊരു ക്യൂട്ട് ഷൂസാണ്. നമ്മളുടെ ഏറ്റവും നന്നായിട്ട് സാരി എടുത്തത് മൂലം അവസാനം ഞാൻ വേറൊരു പാർലറിൽ പോയിട്ട് സാരി മാറ്റേണ്ട അവസ്ഥയായിരുന്നു. ഞാൻ പോണ വഴിക്ക് ഹിൽ പാലസിലേക്ക് പോണ വഴിക്ക് ഒരു പാർലറിൽ കയറി സാരി ഒന്ന് ശരിയാക്കി. അതാകെ അലമ്പായിരുന്നു. പിന്നെ ഒരു നോസ്പിൻ വാങ്ങിച്ചു. നമ്മൾ ഹിൽ പാലസ് എത്തിയിരിക്കുകയാണ്. ഇതാണ് ഗൈസ് ഹിൽ പാലസ്. എല്ലാവർക്കും അറിയാം. ഭയങ്കര തിരക്കാണ്. നമ്മളിവിടെയൊക്കെ കുറച്ച് ഫോട്ടോസ് എടുത്തു. ഇതൊക്കെ വെച്ചിട്ട് എടുത്തു. ഫോട്ടോസ് കൊള്ളാം. നമ്മളുടെ ഒരു സെറ്റ് ഓഫ് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു. നമ്മൾ പോവാണ്. അപ്പം നമ്മളുടെ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. മുടി കുറേ അഴിച്ചിടും, കുറേ കെട്ടി വയ്ക്കും. ഇവിടെ ഇരുന്ന് എടുത്താലോ? ഊഞ്ഞാലുണ്ട്.